അസ്സലാമലൈക്കും. കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ പനിയും ശ്വാസം മുട്ടും അപ്പോൾ ഭയങ്കര മടിയും ജലദോഷം ചുമയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര മടി പിടിച്ചു പോയിട്ടോ. വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ ദിവസമായി ഇട്ടിട്ട്. അപ്പോൾ ഇനി മുതൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിക്കത്തേക്ക് ഇതാ ഞങ്ങൾ 2 പാർസൽ മന്തി വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ മൂത്തവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് മന്തി ഫേവറേറ്റ്സ് ആണ് അവർ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേണം ഉമ്മ മന്തി ഉണ്ടാക്കുക പറയും. അല്ലെങ്കിൽ പറയും വാങ്ങിക്കാട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ വല്ലാതെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല, വാങ്ങി കൊടുക്കലില്ല. ഞാൻ ഉണ്ടാക്കിയാണ് അധികം കൊടുക്കൽ, വാങ്ങി കൊടുക്കൽ കുറവാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വയ്യ, ഒന്നാമത് പനിയും ചുമയൊക്കെ പിടിച്ചിട്ട് വയ്യ. അപ്പോൾ ഒരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഒരുപാട് 10-15 ദിവസമായി എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം നിന്ന് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചിട്ട് 2 മന്തി വാങ്ങിച്ചാണ് കേട്ടോ. ഒരിക്കൽ രണ്ടാൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മന്തി വാങ്ങി നോക്കുമ്പോൾ അതിൽ ചിക്കന് ഭയങ്കര കുറവാണ്. അതുകൊണ്ടോ ചിക്കൻ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ, അതുകൊണ്ടേക്കും ഇത് ഈ 100 രൂപയ്ക്ക് ഒരു മന്തി കിട്ടും കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ അല്ലേ. ഇപ്പം ഞങ്ങളെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് ആ കട ഉള്ളത്, ടൗണിൽ തന്നെ ആയതുകൊണ്ട്. ഞങ്ങൾ ടൗണിലൊക്കെ പോയി വരുമ്പോൾ ആ കടൻ്റെ അടുത്ത് എത്തിയൻ്റെ രണ്ടാമത്തോനെ മണം മണക്കണം മന്തി വാങ്ങിക്കൊണ്ടമ്മാ പറയൂ. അപ്പോൾ ഞാൻ അങ്ങനെ അതൊന്നും അങ്ങനെ തിന്നാൻ പാടില്ലാതെ കൂട്ടിക്കൊണ്ടല്ലാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചോദിക്കണമല്ലേ വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ. എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും വയ്യാത്തതുകൊണ്ട് എന്താ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ കിതപ്പ് നിങ്ങൾക്ക് അറിയുണ്ടാവും, ഭയങ്കര വയ്യായികയുണ്ട്. അപ്പോൾ അതാ ഞാൻ ആ മന്തി രണ്ടാമത്തെ പാർസൽ അത്യാവശ്യം കാണാൻ മാത്രമുള്ളൊരു ചെറിയ 2 പീസൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തേൽ തീരെ ഇല്ല. അപ്പോൾ മൂത്തവൻ പറയും ചെയ്തിട്ടുണ്ട്, അമ്മ നമ്മളെ പറ്റിച്ചുമ്മ ചിക്കന് തീരെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിടാ വില കൂടുതലില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞു. അത്യാവശ്യം നല്ല 4-5 ആൾക്ക് തിന്നാനുള്ള ചോറ് അതിലുണ്ട് കേട്ടോ. നല്ല റൈസ് കൂടുതലുണ്ട്. പിന്നെ അത് തക്കാളി ചട്നിയും മയോണൈസുമാണ്. അപ്പോൾ ഞങ്ങളിതാ മന്തിയൊക്കെ തിന്ന് രാത്രി കിടന്നുറങ്ങി. രാത്രി അങ്ങനെ കഴിക്കണം അത്ര നല്ലതൊന്നല്ല, എന്നാലും എപ്പോഴെങ്കിലൊക്കെ ചെറിയൊരു വയറിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ദഹിക്കാൻ പ്രയാസമായിട്ട്. അപ്പോൾ എന്നിട്ട് മൂത്തോനിക്കിപ്പോൾ ശരിക്കും രണ്ടാൾക്കും ശ്വാസം കിട്ടണില്ലമ്മ ജീരക വെള്ളം വെച്ചോണ്ടായിരുന്നു വന്നും ചെയ്തിട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് പിന്നെ ഞാൻ ഉറക്കത്തുനിന്ന് എണീറ്റ് ജീരക വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഒരു പിന്നെയാണ് കിടന്നുറങ്ങിയത് ശരിയായിട്ട്, ഇഞ്ചിയൊക്കെ തിന്നിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ മന്തിയൊക്കെ തിന്ന്. ഞാനിതാ ചിക്കൻ പീസൊക്കെ ചെറിയ തട്ടെടുത്തത്. ചിക്കൻ കണ്ട് തിന്നാന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ തിന്നണത് കേട്ടോ. അവിടെ 3-ആളും കൂടി ചിക്കൻ ഭയങ്കര അടിയുന്നു. എനിക്ക് വലുത് എനിക്ക് ചെറുത് ഓരി ചുരുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഓൽക്കിട്ട് ഒരു സിഫത്ത് വെക്കൂല. ഭയങ്കര നല്ല രസമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.